Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ഫ്രൈഡേ അതായത് നമ്മൾ ലാസ്റ്റ് പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്ത ദിവസത്തെ നമ്മുടെ പ്ലോട്ട് ചെയ്ത സോൺസ് നമ്മൾ പറഞ്ഞ കീ ലെവൽസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എത്രത്തോളം വർക്കൗട്ടായി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേ യൂറോസിറ്റിയിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഒരു നല്ലൊരു ബൈ മൊമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കീ ലെവൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞ രണ്ട് ഏരിയാസ് ഉണ്ട്, മൊത്തം 3 ഏരിയാസ് ഉണ്ടായിരുന്നു. അതിൽ ബൈ സെൽ ലിക്വിഡിറ്റി വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവർ യൂട്യൂബിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെല്ലിങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കാരണം നല്ലൊരു സെല്ലേഴ്സ് ആക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണത്. സോ ആസ് വി എക്സ്പെക്റ്റഡ് അവിടെ നിന്ന് നല്ലൊരു സെൽ ഓഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഏരിയ ബൈങ് നടക്കാൻ ചാൻസ് ഉള്ള ഏരിയ ഈ ഒരു FEG ആയിരുന്നു, ഈ കാണുന്ന. സോ ആക്ച്വലി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഏകദേശം ഇവിടെയായിരുന്നു മാർക്കറ്റ് വന്നു, ഈ FEG മിറ്റിഗേറ്റ് ചെയ്തു, ആൻറ്റിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ അവിടെ നല്ലൊരു ബൈങ് നടന്നിട്ട് മാർക്കറ്റ് ഈ സെല്ലിങ് പറഞ്ഞ ഏരിയ തന്നെയാണ് നമുക്ക് ഷോർട്ട് സെല്ലിങ് കിട്ടിയേക്കുന്നത്. സോ മാർക്കറ്റ് ഇപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് ബൈങ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് ഈ കാണുന്ന ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് വീണ്ടും റിട്രേസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോയി. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് യൂറോസിറ്റിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ വി ആർ ബുള്ളിഷ് ഓൺ യൂറോസിറ്റി. ബെയറിഷ് അല്ല, ബുള്ളിഷ് തന്നെയാണ്. ബെയറിഷ് ആവാൻ മാത്രം പ്രത്യേക റീസൺസ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്ത കീ ലെവൽസ് ആയിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ ഒന്ന് ഈ ഒരു ഏരിയയാണ് കീ ലെവലായിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈങ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അനദർ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറയാനാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ രണ്ട് ഏരിയാസ് ആണ് ഞാൻ കീ ലെവൽസ് ആയിട്ട് ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്നത്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യൂറോസിറ്റിയിൽ നല്ല ബൈങ് ഓപ്പർച്യൂണിറ്റീസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ലോവർ ടൈം ഫ്രെയിംസ് അതിനനുസരിച്ച് മാർക്കറ്റ് മേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പേഴ്സണലി യൂറോസിറ്റി ബൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്ത ഒരു സെല്ലിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത്, ഞാൻ അടുത്തതായിട്ട് ഷോർട്ട് സെല്ല് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഏരിയ ഈ കാണുന്ന ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഈ കാണുന്ന നിങ്ങൾക്ക് കാണാം ഈ ഒരു ലെവല് ഒരു 4 hour എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണിത്. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് ഞാൻ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അത് ഓർഡർ ബ്ലോക്ക് ആണ്, അത് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യൂറോസിറ്റിയിൽ ഷോർട്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യായിരിക്കും. സോ ടിൽ ദിസ് മൊമെന്റ് ഐ ആം ബുള്ളിഷ് ഓൺ യൂറോസിറ്റി. നമുക്ക് നോക്കാം ഈ കാണുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ അവിടെ ബയേഴ്സ് സ്റ്റെപ്പിനാവോ ഇല്ല എന്നുള്ള കാര്യം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡോളർ. US ഡോളറാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. US ഡോളറിൽ നമ്മൾ ഫ്രൈഡേ പറഞ്ഞ വ്യൂ ബെയറിഷ് ആയിരുന്നു. നമ്മൾ ബെയറിഷ് ആവാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സെൽ ഓഫ് ഓൾറെഡി കിട്ടി. സോ അടുത്തതായിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് കീ ലെവലായിട്ട് ഞാൻ അന്ന് പറഞ്ഞ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ്. വെള്ളിയാഴ്ചത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ഈ ലെവൽസൊക്കെ ആയിരിക്കും ആക്ട് ചെയ്യാന്നുള്ളത്. എക്സാക്ട്ലി ഈ ഒരു ലെവലായിരുന്നു, ഈ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിന്നായിരുന്നു മാർക്കറ്റ് ഡൗൺ ആയേക്കണം US ഡോളർ. സോ അതായത് യൂറോസിറ്റി ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്കന്ന് കിട്ടിയത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഡോളറിൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഈ കാണുന്ന ഒരു സെൽ ലിക്വിഡിറ്റി ഉണ്ട്. അതായത് ഇതൊരു ബയേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. സോ അവിടം വരെ ഡോളറിൻ്റെ മാർക്കറ്റ് പുഷ് ചെയ്യും തന്നെയാണ് എൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ സ്റ്റഡി വെച്ച് ഞാൻ പറയുന്നത്. സോ ഐ ആം ബെയറിഷ് ഓൺ US ഡോളർ ആൻഡ് ഐ ആം ബുള്ളിഷ് ഓൺ EURUSD. ആൻഡ് ഫൈനലി ഗോൾഡിൽ നമ്മൾ കഴിഞ്ഞ കുറേ ആയിട്ട് ബുള്ളിഷ് തന്നെയായിരുന്നു വ്യൂ. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് പറഞ്ഞ ഓട്ടോമൈ അടിക്കുമെന്ന് പറഞ്ഞതെല്ലാം മാർക്കറ്റ് ഓട്ടോമൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞ വ്യൂവും ബുള്ളിഷ് തന്നെയാണ്. ആൻഡ് വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വെള്ളിയാഴ്ചത്തെ ചാർട്ടിലും ബൈങ് തന്നെയാണ് കണ്ടിന്യൂസ്ലി നടന്നേക്കണത്. പിന്നെ എനിക്ക് വെള്ളിയാഴ്ചത്തേക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ പറയാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ മാർക്കറ്റ് ഇവിടെയായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഒരു പക്ക എന്താ പറയുക നല്ല പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ന്യൂയോർക്കിന്റെ ടൈം ആയപ്പോഴായിരുന്നു നല്ലൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗോൾഡിൽ മേക്ക് ചെയ്യുകയും ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യും അതിന്റെ ബൈ റാലി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് എന്തെങ്കിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ടിൽ ദിസ് മൊമെന്റ് ഈ പറയാനാണെങ്കിൽ ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പം അപ്പ് അയക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു കീ ഏരിയ ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നല്ലൊരു ബൈസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്നാണ് ഞാൻ നോക്കുന്നത്. ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഈ ഒരു ഏരിയ ആയിരിക്കും ഞാൻ കീ ലെവലായിട്ട് ഗോൾഡിൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ലോ ടൈം ഫ്രെയിംസിൽ നല്ല എൻട്രിയും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനാണെങ്കിൽ
ഗോൾഡിൽ ഞാൻ ഡെഫിനറ്റ്ലി ബൈ ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ഗോൾഡിൽ ഇന്നത്തേക്കുള്ള വ്യൂ. പിന്നെ ഒരു കീ ലെവലിൽ ഞാൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു മേജർ സെല്ലിങ് നടക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ഞാൻ കാണുന്ന ഏരിയ ഇതായിരുന്നു 2678. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരു 2800, അതായത് 2800 ആ ലെവലായിരുന്നു. മാർക്കറ്റ് അവിടെ വരെ പോകും ഫ്യൂച്ചറിൽ. ബട്ട് അടുത്ത ഒരു മെയിൻ സെല്ലിംഗ് പ്രഷർ ഞാൻ കാണുന്നത് 2678 എന്ന് പറഞ്ഞ ലെവലാണ്. 2800-നേക്കാളും സെല്ലിംഗ് പ്രഷർ അതിനേക്കാളും മുമ്പ് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. സോ ടിൽ ദിസ് ഏരിയ ഐ ആം ബുള്ളിഷ് ഓൺ ഗോൾഡ്. ഇടക്ക് ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി ബെയറിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നും ഗോൾഡ് ഇതുവരെ തന്നിട്ടില്ല. വി ആർ സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡ്. ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് സെപ്റ്റംബർ 16th ആണ്. ഇന്ന് US ഡോളറിൽ ഒരു 8:30 ഒരു ന്യൂസ് ഉണ്ട്. ഇത് ന്യൂയോർക്ക് ടൈം 8:30 പറയുന്നത്, അതായത് ഇന്ത്യൻ ടൈം പറയുമ്പോൾ വൈകുന്നേരം 6 മണിക്ക്. ഓറഞ്ച് ഫോൾഡർ ന്യൂസ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. വളരെ ലോ ടൈം ഫ്രെയിം ചെയ്യണവർ മാത്രം ഒന്ന് അലേർട്ട് ആയാൽ മതി, ഒരു 1 minute 3 minute. ബട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ട്രേഡ് ചെയ്യണത് 5, 15 ആൻഡ് അബൌട്ട് ടൈം ഫ്രെയിമിലൊക്കെ ആയിരിക്കും. സോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ്. പിന്നെ ഒരു കാര്യം കൊണ്ട് റിമൈൻഡ് ചെയ്തേക്കട്ടെ, ഇന്ന് വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, മൺഡേ ആണ്. മൺഡേ ആയതുകൊണ്ട് തന്നെ ലണ്ടൻ മോസ്റ്റ് പ്രോബബ്ലി ചോപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത്രയും ട്രെൻഡി ആയിട്ടുള്ള, അത്രയും കൺഫർമേഷൻസ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ലണ്ടനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പേഴ്സണലി ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യാതിരിക്കുന്നത് ഇന്നത്തെ ന്യൂയോർക്ക് സെഷനിലായിരിക്കും. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ICT മലയാളത്തിൽ പഠിക്കാം. ICT കൺസെപ്റ്റുകൾ, ഞാനിപ്പോൾ പറയുന്ന തിയറീസ് എല്ലാം ICT കൺസെപ്റ്റുകളാണ്. അത് മലയാളത്തിൽ പഠിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ FEG ആയാലും മോട്ടോർ ബ്ലോക്ക് ആയാലും, ഞാൻ ഈ പറയുന്ന ഓരോ തിയറികളും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ യൂട്യൂബിലുള്ള ഒരു സീരീസ് ഉണ്ട്. ഈ സീരീസ് ലേണിംഗ് സീരീസ് ഉണ്ട്. ഇത് കാണാത്തവരുണ്ട്, കാണുക. ആഴ്ചയിൽ 2-3 എപ്പിസോഡ്സ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഫൈനൽ എപ്പിസോഡ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഹെൽപ്ഫുൾ ആയിരിക്കും ഡെഫിനറ്റ്ലി. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വന്ന് ചോദിച്ചാലും മതി. നമ്മൾ ഡെഫിനറ്റ്ലി റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി പിപ്സ്.